ാക്കാനെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അദ്ദേഹം പറയും അങ്ങനെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ അങ്ങേ കാണാൻ വരുന്ന ആളുകൾക്കൊക്കെ ചായ ഉണ്ടാക്കി കൊടുക്കണ്ടേ, അതിനു വേണ്ടി കൊണ്ടുവന്നതാണ്. ആ ചായപ്പൊടി കൊണ്ടുപോയി ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് ഉസ്താദ് പറഞ്ഞു എന്നാണ്, ഇത് പ്രത്യേകം ഒരു ടിന്നിൽ സൂക്ഷിക്കണം, ഇത് നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കാൻ പറ്റൂല, ഇത് എന്നെ കാണാൻ വരുന്ന ആളുകൾക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാനുള്ള ചായപ്പൊടിയാണ്. കാരണം കൊണ്ടുവന്ന് കൊടുത്ത ആള് പറഞ്ഞ വാക്ക് അങ്ങനെയാണ്, അതുകൊണ്ട് അതേ പറ്റുള്ളൂ. നമുക്കിതൊക്കെ പറയുമ്പോൾ ഒരു ചിരി വരും ചിലപ്പോ. എന്താണിത്? അവരുടെയൊക്കെ ഒരു വിശുദ്ധി നോക്കണം നമ്മൾ. അതേപോലെ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ഒരു വഴിയിലൂടെ ഒരു രാത്രി വാഹനത്തിൽ യാത്ര ചെയ്യ ഒരു പരിപാടി കഴിഞ്ഞ് പോകവേ വഴിയിൽ തട്ടുകടകൾ ഉണ്ടാവുമല്ലോ. ഒന്നും ഒരു ചെറിയ ചായപ്പീടിയ, ഒന്നര കണ്ണിയത്ത് ഉസ്താദ് ഇവിടെ കയറി പഴംപൊരി കഴിച്ചു. പഴംപൊരി വാങ്ങി ഡ്രൈവർ ഉസ്താദിന് വാങ്ങിക്കൊടുത്തു. ഉസ്താദ് കാറിൽ ഇരുന്ന് അത് തിന്ന് ഇങ്ങനെ പോകുമ്പോ ഉസ്താദ് ഉടനെ ഡ്രൈവറോട് പറഞ്ഞു എന്നാണ്, വേഗം വണ്ടി തിരിച്ചുവിടാൻ പറഞ്ഞു. ഡ്രൈവർ വണ്ടി തിരിച്ചുവിട്ടു. നേരെ ആ കടയിൽ ചെന്ന് അദ്ദേഹത്തോട്, ആ കടയുടെ ഉടമയോട് പറഞ്ഞു എന്നാണ് മഹാനായ കണ്ണിയത്ത് ഉസ്താദ്, സഹോദര ഇങ്ങോട്ട് വാ. അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഇതെന്താണ്? അദ്ദേഹം പറഞ്ഞത് പഴംപൊരിയാണ് ഉസ്താദെ. പറഞ്ഞു, തെറ്റാണ് നിങ്ങൾ പറഞ്ഞു, ഇതിന് പഴംപൊരി എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതിൽ മൈദയാണ് കൂടുതൽ, പഴം കുറവാണ്. ചില കടകളിലൊക്കെ നമ്മൾ കാണൂലേ, പഴത്തിന്റെ അളവ് വളരെ കുറവായിരിക്കും, കൂടുതൽ മൈദയാണ് ഉണ്ടാവുക. ഉസ്താദ് പറഞ്ഞു, കൂടുതലുള്ളതിന്റെ പേരാണ് പറയേണ്ടത്, അപ്പൊ ഇത് മൈദ പൊരിയാണ്. ഇത് എന്ത് പൊരിയല്ല, ഇത് പഴംപൊരി എന്ന് പറയാൻ പറ്റൂല. ഇത് തമാശക്ക് പറയല്ല, അദ്ദേഹത്തോട് കാര്യം വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഇതിന് മൈദ പൊരി എന്നാണ് പറയാ, പഴംപൊരി എന്ന് ഇതിന് പറയാൻ പറ്റില്ല. ഒന്നുകിൽ നിങ്ങൾ നാളെ മുതൽ പഴത്തിന്റെ അളവ് കൂട്ടണം, എന്നിട്ട് നിങ്ങൾ ഇതിന് പഴംപൊരി എന്ന് പറയണം, അല്ലെങ്കിൽ നിങ്ങൾ കുറ്റക്കാരനാവും. ഇത് പറയൽ എന്റെ ബാധ്യതയാണ്. നാളെ എന്നോട് റബ്ബ് ചോദിച്ചാൽ, ഒരു തെറ്റ് കണ്ടിട്ട് എന്തേ നിങ്ങളൊന്നും പറയാതെ പോയത് എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എന്റെ ബാധ്യത ഞാൻ നിർവഹിച്ചത് എന്ന് പറഞ്ഞു. അവിടുന്ന് പോയി മഹാനായ കണ്ണിയത്ത് ഉസ്താദ് എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് എല്ലാ അർത്ഥത്തിലും ജീവിത വിശുദ്ധിയാണ്. അവരൊന്ന് കൈനീട്ടിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് അവർ ചോദിച്ചത് കൊടുത്തു. കാരണം അല്ലാഹു കൊടുക്കുമല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഇഷ്ടദാസന്മാരെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ഖുദ്സിയായ ഹദീസിൽ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഒരു മനുഷ്യൻ എന്നോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് ഫർളായ അമലുകളെ കൊണ്ടാണ്. അതേപോലെ സുന്നത്തുകൾ നിർവഹിക്കുന്തോറും എന്നോട് അടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു അടിമ സുന്നത്തുകൾ അധികരിപ്പിച്ച് ഞാനുമായി അടുത്താൽ അവന്റെ കൈ ഞാനാകും, അവന്റെ കാല് ഞാനാകും, അവന്റെ കേൾവി ഞാനാകും, അവന്റെ കാഴ്ച ഞാനാകും. അവൻ എന്നോട് ചോദിച്ചാൽ അവന് ഞാനത് നൽകുക തന്നെ ചെയ്യും. അവൻ എന്നോട് കാവൽ തേടിയാൽ അവന് നാം കാവൽ നൽകുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഖുദ്സിയായ ഹദീസാണ്. ഒരടിമ സുന്നത്തുകളിലൂടെ എന്നോടടുത്താൽ ഞാനവന്റെ കൈയാകും, കാലാകും, ഞാനവന്റെ കാഴ്ചയാകും, കേൾവിയാകും. എത്രയോ തവണ കേട്ടിട്ടുള്ളതായിരിക്കും ഈ ഹദീസ്. എന്താണ് പറയുന്നത്? അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാ, അവർക്ക് അള്ളാഹുവിന്റെ എല്ലാവിധ സഹായം ഉണ്ടാവും. നമ്മളെ സാധാരണക്കാരായ നമുക്ക്